നമസ്കാരം. നന്ദനം എന്ന ഒരു സിനിമ മതി നവ്യ നായരുടെ അഭിനയ മികവ് ഓർക്കാൻ. ലൈംലൈറ്റിൽ നിന്നും കുറെ കാലം നവ്യ മാറി നിന്നു. എന്നാൽ വീട്ടമ്മ മാത്രമായി ജീവിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ നവ്യ കരിയറിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തി. നഷ്ടപ്പെട്ടു പോയ ജനശ്രദ്ധ തിരികെ ലഭിക്കാൻ നവ്യയെ സഹായിച്ചത് ഒരുത്തി എന്ന ഹിറ്റ് സിനിമയാണ്. മികച്ച വിജയം നേടിയ നവ്യയ്ക്ക് വീണ്ടും മലയാള സിനിമാ ലോകത്ത് സ്ഥാനം നൽകി. സിനിമയിലെ പ്രകടനം കയ്യടി നേടി. വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നിട്ടും നവ്യയുടെ അഭിനയ മികവിന് ഒരു കോട്ടവും വന്നില്ലെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു. അഭിനയവും നൃത്തവും ഒരേപോലെ കൊണ്ടു നടന്ന നവ്യ വിവാഹശേഷം ഇവയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. എങ്കിലും നൃത്തത്തോടുള്ള തന്റെ ഇഷ്ടം ഉപേക്ഷിക്കാൻ താരം തയ്യാറായിരുന്നില്ല. മാതങ്കി എന്ന നൃത്ത സ്ഥാപനം നവ്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അഭിനയ മികവ് കൊണ്ടും നൃത്തചാരുത കൊണ്ടും ആരാധകർക്ക് പ്രിയങ്കരിയാണ് നവ്യ. ജീവിതത്തിലെ തിരക്ക് പിടിച്ച സമയത്തിലൂടെയാണ് നടി നവ്യ നായർ കടന്നുപോകുന്നത്. സിനിമ, നൃത്തം പഠിപ്പിക്കൽ തുടങ്ങി എപ്പോഴും തിരക്കുകളിലാണ് നവ്യെന്ന്. എല്ലാത്തിനും പിന്തുണ നൽകിക്കൊണ്ട് നടിയുടെ മാതാപിതാക്കൾ ഒപ്പമുണ്ട്. അടുത്ത കാലത്താണ് നവ്യ ഇത്രയും സജീവമായി ലൈംലൈറ്റിൽ കാണാൻ തുടങ്ങിയത്. 2010 വിവാഹിതയായ ശേഷം മുംബൈയിലേക്ക് ജീവിതം പറിച്ചു നട്ടായിരുന്നു നവ്യ. എന്നാൽ ഒന്നും ചെയ്യാതെയുള്ള വീട്ടിലിരിപ്പ് തനിക്ക് മടുപ്പുളവാക്കുന്നതെന്ന് നവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ബാലമണിക്ക് ശേഷം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തുവെങ്കിലും മലയാളിക്ക് ഇന്നും നവ്യ എന്ന് ഓർക്കുമ്പോൾ ആ പേര് മാത്രമാണ് ഓർമ്മ വരുന്നത്. നൃത്ത വിദ്യാലയം, ഷോസ് ഒക്കെയായി തിരക്കിൽ നിന്നും തിരക്കുകളിലേക്കാണ് നവ്യ. അടുത്തിടെ ലണ്ടനിൽ നവ്യ അവതരിപ്പിച്ച പരിപാടിയുടെ വിശേഷങ്ങളൊക്കെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സോളോ യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന നവ്യയ്ക്ക് ഒപ്പം ഇത്തവണ യാത്രകളിൽ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. തനിക്ക് സുഹൃത്തുക്കളെ പോലെയാണ് മകൻ സായിയും അനുജൻ രാഹുലും. കുടുംബമാണ് തന്റെ ശക്തിയെന്ന് പലവട്ടം നവ്യ പറഞ്ഞിട്ടുണ്ട്. സന്തോഷേട്ടൻ എവിടെ എന്നാണ് മിക്കപ്പോഴും നവ്യയ്ക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ. സന്തോഷിനും ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കിടാത്തതാണ് കാരണം. സന്തോഷേട്ടൻ എവിടെ, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞോ എന്നാണ് മിക്ക പോസ്റ്റുകളിൽ കാണാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ. ഇത്തരം ചോദ്യങ്ങൾക്ക് നവ്യ പ്രതികരിച്ചില്ലെങ്കിലും നവ്യയുടെ ഫാൻസാണ് ഇത്തവണ വളരെ രസകരമായി കമന്റുകൾ മറുപടിയായി നൽകിയത്. അദ്ദേഹം ജോലി തിരക്കിൽ എപ്പോഴും ബിസിയാണ്. ഇത്തവണ ഓണവധിക്ക് നാട്ടിൽ വരും, അപ്പോൾ ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കാം എന്നിങ്ങനെ നീളുകയാണ് നവ്യയുടെ ഫാൻസിന്റെ മറുപടികൾ. അതേസമയം 2010 നവ്യയുടെയും സന്തോഷിന്റെയും വിവാഹം. വീട്ടുകാരാണ് നവ്യയ്ക്ക് വേണ്ടി സന്തോഷിനെ കണ്ടെത്തിയത്. ഇരുവരും തമ്മിൽ 10 വയസ്സ് പ്രായവ്യത്യാസമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടെത്തൽ. വിവാഹിതയാകുമ്പോൾ നവ്യയ്ക്ക് 24 സന്തോഷിന് 34 വയസ്സ്. ബിസിനസ്സുകാരനായ സന്തോഷ് മേനോൻ ഏറെക്കാലം നവ്യ മുംബൈയിലായിരുന്നു. വിവാഹിതയാകുമ്പോൾ 25 വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം. മകൻ സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷമാണ് വീണ്ടും കരിയർ ശ്രദ്ധിക്കാമെന്ന തീരുമാനത്തിലേക്ക് നവ്യ എത്തിയത്. യൂട്യൂബ് ചാനലും സ്റ്റേജ് ഷോകളും എല്ലാമായി നവ്യ തിരക്കിലാണ്. അടുത്ത കാലം വരെ നവ്യയെയും മകനെയും കാണാൻ സന്തോഷ് കേരളത്തിലേക്ക് വരാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കാണാറില്ല. എല്ലാ ആഘോഷങ്ങളും നവ്യ സെലിബ്രേറ്റ് ചെയ്യുന്നത് അച്ഛനും അമ്മയ്ക്കും സഹോദരനും മകനും ഒപ്പമാണ്. നവ്യയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുമ്പോൾ സന്തോഷിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ആരാധകരിൽ നിന്നും ഉണ്ടാകാറുണ്ടെങ്കിലും നടി ഒന്നിനോടും പ്രതികരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവർ വിവാഹമോചിതരായോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ആരാധകർക്കുണ്ട്. ഇത്തവണ സന്തോഷിന്റെ വിഷു അമ്മയ്ക്കൊപ്പമായിരുന്നു. ഇത്തവണ വീട്ടിൽ നിന്നും വിഷു ആഘോഷത്തിന്റെ വിശേഷങ്ങളായിരുന്നു നടിയും പങ്കുവച്ചത്. എന്നാൽ ഇതിന് താഴെ നവ്യയുടെ ഭർത്താവ് സന്തോഷ് മേനോനെ കുറിച്ചുള്ള ചോദ്യങ്ങളും വന്നു. കഴിഞ്ഞ കുറെ കാലമായി നവ്യ നായരും ഭർത്താവ് സന്തോഷ് മേനോനും ഒരുമിച്ചല്ല, വേർപിരിഞ്ഞെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. വീട്ടിലെ ആഘോഷങ്ങളിലൊന്നും നവ്യയ്ക്കൊപ്പം ഭർത്താവിനെ കാണാതെ വന്നതോടെയാണ് ഇത്തരത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിച്ചത്. മാത്രമല്ല, മുംബൈയിൽ നിന്ന് നാട്ടിലെത്തി സ്വന്തം വീട്ടിൽ നിന്നുള്ള ആഘോഷത്തിൽ സന്തോഷ് പങ്കെടുക്കാറുമുണ്ട്. ഇതെല്ലാം ചേർത്താണ് നടിയുടെ ഭർത്താവും തമ്മിൽ പിണങ്ങിയോ എന്ന ചോദ്യം വരുന്നത്. ഞാൻ ഡിവോഴ്സ്ഡ് ആയി എന്ന വാർത്തയൊക്കെ ഏറ്റവും അവസാനം അറിഞ്ഞ ആളാണ് ഞാൻ. സമൂഹ മാധ്യമങ്ങളിലൊന്നും അത്ര സജീവമല്ല ഞാൻ. ചിലർ അതെനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. എന്റെ അഭിമുഖങ്ങളൊക്കെ സന്തോഷേട്ടൻ കാണാറുണ്ട്. വിവാഹശേഷം ജീവിതം ആകെ മാറുകയായിരുന്നു. അടുക്കള എനിക്ക് ഇഷ്ടമല്ലാത്ത മേഖലയായിരുന്നു. അതൊക്കെ ഒന്ന് ശരിയാക്കി വന്നപ്പോഴേക്കും അമ്മയായി. ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഒരു തരം ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ലാത്ത പോലെ ഒരു അവസ്ഥ, മുന്നിലേക്ക് എന്തെന്നുള്ള ചിന്ത. പഠനവും നൃത്തവും തുടരാൻ തീരുമാനിച്ചു. എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നില്ല. വിവാഹിതയായ കാലത്ത് തന്റെ അവകാശങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അക്കാലത്തെ യാഥാസ്ഥിതിക ചിന്താഗതിയായിരുന്നു തനിക്കും. വിവാഹം ജീവിതം തന്റെ സ്വപ്നങ്ങളെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെന്നും നവ്യ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഒരു ദിവസത്തിലെ മുഴുവൻ സമയവും എങ്ങനെയൊക്കെ വിനിയോഗിക്കാം എന്ന് റിസർച്ച് ചെയ്യുന്ന ആളാണ് നവ്യ എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ജീവിതത്തിൽ നാളെ ഒറ്റപ്പെട്ടു പോയാൽ ആ അവസ്ഥ എങ്ങനെ മറികടക്കണമെന്ന് ശീലിക്കുകയാണ് താരം. സോളോ ട്രിപ്പുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന നവ്യ എന്തുകൊണ്ടാണ് അത്തരത്തിൽ യാത്രകൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ മുൻപിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമാകുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതെ പല കാര്യങ്ങളും സംഭവിക്കും. ചില ആളുകൾക്ക് പ്രായം കൂടുമ്പോൾ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകും. ഞാൻ എങ്ങനെ അതിനെ തരണം ചെയ്യുമെന്ന് പറയാനാകില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സോളോ ട്രിപ്പുകൾ ചെയ്യുന്നത്. ഈ ഒറ്റപ്പെടലിന്റെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നത് പല നാളുകളായി ഞാൻ ഇങ്ങനെ നോക്കി കാണുകയാണ്. കാരണം അച്ഛനും അമ്മയും എൻ്റെ ഒപ്പം ഇല്ലാതെ വരുമ്പോൾ അവർ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന കെയർ ഉണ്ടല്ലോ, കഴിച്ചോ കുളിച്ചോ അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അവർ ചെലുത്തുന്ന ശ്രദ്ധ, അതില്ലാതെ ആകുമ്പോൾ
കിടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന പേടി കൊണ്ടാണ് ഞാൻ അധികവും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ ഒരു ട്രിപ്പിന് പോയപ്പോൾ എനിക്ക് പനി പിടിച്ച് പണി കിട്ടി. ആരും ഒപ്പമല്ല ഒരു സഹായം ചെയ്യാൻ എന്ന് തിരിച്ചറിഞ്ഞു. സത്യത്തിൽ നമ്മൾ ഒറ്റപ്പെടണം, ഒറ്റപ്പെട്ടുകൂടി നമ്മൾ ശീലിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി കാണണം. ഇന്ന് ലക്ഷങ്ങൾ വരുമാനം നേടുന്ന താരദമ്പതികൾ ഞാനിങ്ങനെ കിടക്കുമ്പോൾ ആലോചിച്ചു, എൻ്റെ വല്യച്ഛൻ മരിക്കുന്നത് ക്യാൻസർ ബാധിച്ചാണ്. ആ സ്ഥാനത്ത് ഞാൻ എന്നെ സങ്കല്പിച്ചു. നമ്മൾക്ക് അസുഖം ബാധിച്ചു എന്ന് അറിയുമ്പോൾ ഒരു 100 കോൾ നമുക്ക് കിട്ടും. എന്നാൽ പയ്യെ പയ്യെ കോളുകളുടെ എണ്ണം കുറയും. അപ്പോൾ നമ്മൾ ഒറ്റപ്പെടാൻ അനുഭവിക്കും. പക്ഷേ നമ്മൾ അത് റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റിനും ആളും ആരവും ഉള്ളത് നമ്മുടെ ചുറ്റിനും നടക്കുന്ന ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ടാണ്. ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ആളിനെ എത്ര ദിവസം ആളുകൾ വിളിക്കും? എന്നും വിളിച്ച് അന്വേഷിക്കാൻ അയാളുടെ ജീവിതത്തിൽ വിശേഷങ്ങൾ സംഭവിക്കുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഒരു സാഹചര്യം വന്നാൽ എങ്ങനെ അതിനെ മറികടക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സോളോ ട്രിപ്പൊക്കെ പോകുന്നത്. നമ്മൾ ഒപ്പം ഉത്തരവാദിത്ത ബോധവും ശ്രദ്ധാലുക്കളുമാകും. ഒറ്റപ്പെടൽ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾക്ക് ഏകാന്തത ഫീൽ ചെയ്യാതെ ആ അവസ്ഥയിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. ഞാൻ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ പക്ഷേ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ സന്തോഷം കണ്ടെത്താൻ ഇപ്പോൾ തന്നെ ചിന്തിക്കുന്നുണ്ട്. അതിൽ ബോധവതിയാണെന്നും നവ്യ പറയുന്നു. വിവാഹത്തിന് മുമ്പ് വരെ തിരക്കേറിയ നായക നടിയായിരുന്നു നവ്യ. വിവാഹശേഷം ഇടവേളയെടുത്ത നടിക്ക് സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരിക അത്ര എളുപ്പമായിരുന്നില്ല. ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യയ്ക്ക് നഷ്ടപ്പെട്ട സ്ഥാനം തിരികെ ലഭിക്കുന്നത്. സിനിമയ്ക്കും നൃത്തത്തിനും നവ്യ എന്ന് തുല്യ പ്രാധാന്യം നൽകുന്നു. മാതൃക എന്ന ഡാൻസ് സ്കൂളും നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്റെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന നവ്യയ്ക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്ന ചോദ്യം തന്നെയാണ് സന്തോഷ് മേനോനെ കുറിച്ച്. ഭർത്താവിനൊപ്പം നവ്യ ഇപ്പോൾ കാണാറേയില്ല. ചില അഭിമുഖങ്ങളിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് നവ്യ നടത്തിയ പരാമർശങ്ങൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. ഇരുവരും അകന്നു കഴിയുകയാണെന്ന ഗോസിപ്പുകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. എന്നാൽ നവ്യ നായർ ഇതേക്കുറിച്ചൊന്നും പ്രതികരിക്കാറുമില്ല താനും. യൂട്യൂബിൽ പങ്കുവെക്കുന്ന വീഡിയോകൾക്ക് താഴെ ഭർത്താവ് എവിടെയെന്ന ചോദ്യങ്ങൾക്ക് മിക്കപ്പോഴും വരാറുണ്ട്. ആരാധകർ നടിയെ പിന്തുണച്ചുകൊണ്ട് മറുപടി നൽകാറുണ്ട്. നവ്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ അസൂയപ്പെടുന്ന സ്ത്രീകൾ കമന്റുകളോടെ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നു. നവ്യയെ പോലെ നിങ്ങൾക്ക് ലാവിഷ് ലൈഫോ യാത്രകളോ പറ്റുന്നില്ല. 2010 നവ്യയുടെയും സന്തോഷിന്റെയും വിവാഹം. വീട്ടുകാരാണ് നവ്യയ്ക്ക് വേണ്ടി സന്തോഷിനെ കണ്ടെത്തിയത്. ഇരുവരും തമ്മിൽ 10 വയസ്സ് പ്രായവ്യത്യാസമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. വിവാഹിതയാകുമ്പോൾ നവ്യയ്ക്ക് 24 സന്തോഷിന് 34 വയസ്സായിരുന്നു. സിനിമയുമായി വലിയ അടുപ്പമില്ലാത്ത കുടുംബത്തിലേക്കാണ് നവ്യ കയറി ചെന്നതെങ്കിലും അഭിനയത്തിൽ നിന്നും അകന്നു നിന്ന സമയങ്ങളിലും റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം നവ്യ മുടങ്ങാതെ കാണുമായിരുന്നു. ജീവവായുവായ നൃത്തവും നവ്യ വിവാഹത്തിന് ശേഷം തുടർന്നിരുന്നു. രണ്ടാം വരവിന് ശേഷം സിനിമ തെരഞ്ഞെടുക്കുന്നതിൽ നവ്യ അതീവ ശ്രദ്ധാലുവാണ്. നായികയായി തിളങ്ങി നിന്നിരുന്ന സമയത്ത് ചെറുപ്പക്കാരെല്ലാം നടിക്ക് ആരാധകരായി ഉണ്ടായിരുന്നു. പക്ഷേ പ്രണയിക്കില്ലെന്ന് നവ്യ മാതാപിതാക്കൾക്ക് വാക്കുകൊടുത്തിരുന്നു. പ്രണയിക്കില്ല, പഠനം മുടക്കില്ല, ഫോൺ ചോദിക്കില്ല എന്നീ 3 കാര്യങ്ങളിൽ താൻ ഉറപ്പ് നൽകിയ ശേഷമാണ് മാതാപിതാക്കൾ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ അനുവദിച്ചതെന്ന് നവ്യ തന്നെ മുമ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ നായിക റോളിൽ സജീവമായിരുന്ന കാലത്ത് നവ്യയ്ക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു. അത് വർക്കൗട്ട് ആവാത്തതിനാൽ വീട്ടുകാർ കണ്ടെത്തിയ വരനെ നടി സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ ഏത് താരത്തോടായിരുന്നു പ്രണയമെന്നത് നവ്യ വെളിപ്പെടുത്തിയിട്ടില്ല. കുറച്ച് നാളുകളായി നവ്യയ്ക്കൊപ്പം ഭർത്താവ് സന്തോഷിനെ കാണാതായതോടെയാണ് താരത്തിന്റെ ദാമ്പത്യം ആരാധകർക്കിൽ വീണ്ടും ചർച്ചയായത്. മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് തിരികെ എത്തിയ നവ്യ ഡാൻസ് സ്കൂളും പ്രോഗ്രാമുകളും യൂട്യൂബ് ചാനലുകളും യാത്രകളും എല്ലാമായി തിരക്കിലാണ്. ഏകമകൻ സായിയെയും കേരളത്തിലാണ് നവ്യ പഠിപ്പിക്കുന്നത്. ഭർത്താവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടൊന്നും നവ്യ പ്രതികരിക്കാതെ ആയതോടെയാണ് ഇരുവരും വേർപിരിഞ്ഞോ എന്നുള്ള സംശയം ആരാധകർക്കുണ്ടായത്. അമ്മയുടെ സിനിമാ ജീവിതത്തിന് എല്ലാ പിന്തുണയും സായി നൽകുന്നുണ്ട്. ഇത്തവണത്തെ നവ്യയുടെ വിഷുവും മാതാപിതാക്കൾക്കും സഹോദരനും മകനും ഒപ്പമായിരുന്നു. 39-കാരിയായി നവ്യയുടെ അവസാനം റിലീസ് ചെയ്ത സിനിമ ജാനകി ജാനയാണ്. അച്ഛനും അമ്മയ്ക്കും സഹോദരനുമൊപ്പം കേരളത്തിലാണ് ഇപ്പോൾ നടിയുടെ താമസം. മകനെയും ഇവിടെയാണ് നടി പഠിപ്പിക്കുന്നത്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.